ഒരു പരിതാപകരമായ കുടുംബത്തിൽ ജനിച്ച ആയിഷ എന്ന യുവതി ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവളായിരുന്നു. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അവൾ ഗ്രാമത്തിന്റെ അതിരിലുള്ള ഒരു ചെറിയ കുടിലിൽ ഒറ്റയ്ക്ക് ജീവിച്ചു പോന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ കാട്ടിൽ നിന്ന് ചില്ലകൾ, കായ്കൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ ശേഖരിച്ചു വിൽക്കുമായിരുന്നു. ഒറ്റക്കുള്ള ജീവിതം വളരെ വേദന ഏറിയതാണെങ്കിലും ജീവിതത്തോട് പൊരുതുകയായിരുന്നു ആയിഷ. ഒരു ദിവസം പതിവ് പോലെ കാട്ടിലേക്ക് പോയപ്പോൾ അവൾക്ക് അപ്രതീക്ഷിതമായി ഒരു ശബ്ദം കേട്ടു. ഭീതിയോടെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു വലിയ സിംഹം കുടുങ്ങിയത് നിലയിൽ കിടക്കുന്നത് കണ്ടു. അതിന്റെ കാൽ ഒരു വേട്ടക്കാരന്റെ കുടുക്കിൽ കുടുങ്ങിയിരിക്കുന്നു. ആദ്യം പേടിച്ചെങ്കിലും അതിന്റെ കണ്ണുകളിൽ കണ്ട ആ വേദന അവളുടെ മനസ്സിനെ മൃദുവാക്കി. ആയിഷയ്ക്ക് ഭയം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നീ എനിക്ക് ഒന്നും ചെയ്യില്ലല്ലോ എന്ന വിശ്വാസത്തോടെ അവൾ പുറത്തേക്ക് പതുക്കെ നടന്ന് സിംഹത്തിന്റെ കുടുക്ക് തുറന്നു വിട്ടു. സിംഹത്തെ മോചിപ്പിച്ചു കൊടുത്തു. സിംഹം അവളെ ആക്രമിക്കാതെ ഒരു നിമിഷം അവളെ നോക്കി നിന്ന ശേഷം കാട്ടിനുള്ളിലേക്ക് അപ്രതീക്ഷമായി. ആയിഷ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ആയിഷ കണ്ട അത്ഭുതം ഞെട്ടിച്ചു. അടുത്ത ദിവസങ്ങളിൽ ആ സിംഹം അവളുടെ വീട്ടിനടുത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു. ആദ്യം ആയിഷ ഭയപ്പെട്ടെങ്കിലും അത് അവളെ ഒരു സംരക്ഷിക്കുന്ന പോലെ പെരുമാറുന്നതായി അവൾക്ക് മനസ്സിലായി. രാത്രികളിൽ ആരെങ്കിലും അടുത്താൽ സിംഹം ഗർജിച്ചു അവരെ ഓടിച്ചു. ആ സിംഹം അവളുടെ ജീവിതത്തിന്റെ ഭാഗമായി പതിയെ തീർന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവൾക്കും ഒരു അത്ഭുതമായിരുന്നു. ഈ സിംഹം മനുഷ്യനെ സ്നേഹിക്കുന്നു. എല്ലാവർക്കും സിംഹത്തെ പേടിയായിരിക്കുമല്ലോ. എന്താണ് അല്ലാഹ് ഈ കാണുന്നത്? അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമവാസികൾ അവളെ സിംഹത്തോടൊപ്പം ജീവിക്കുന്ന സ്ത്രീ എന്ന് വിളിച്ചു തുടങ്ങി. എന്നാൽ അവൾക്ക് ഭയം തോന്നിയില്ല. അത് ഒരു സുരക്ഷയായിരുന്നു ആ ബന്ധം എന്നാണ് അവളുടെ മനസ്സ് മന്ത്രിച്ചിരുന്നത്. ഒരു രാത്രി അതിശയകരമായ സംഭവം സംഭവിച്ചു. ഒരു ദിവസം സിംഹം അവളുടെ വീട്ടിലേക്ക് കയറി വന്നു. അവൾ സിംഹത്തെ തലോടി സിംഹത്തിന് ഭക്ഷണവും വെള്ളവും കുടിക്കാനായിട്ട് കൊടുത്തു. സിംഹം അവളെ തന്നെ നോക്കി ആ ഭക്ഷണം ഭക്ഷിക്കുകയും പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങളോളം ആയിഷ ആ സിംഹത്തിന് ഭക്ഷണവും വെള്ളവും കൊടുത്തു. ഒരു രാത്രി ആ അതിശയകരമായ സംഭവം സംഭവിച്ചു. മഴയും ഇടിയും നിറഞ്ഞ ആ രാത്രി സിംഹം പതിവ് പോലെ ആയിഷയുടെ വീട്ടിൽ എത്തിയില്ല. അവൾ വിഷമിച്ചു പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നാലും പതിവ് പോലെ വരുന്ന ആ സിംഹം എവിടെ പോയി എന്നവളുടെ കരള് അലിയിച്ചു തുടങ്ങി. അവൾ വിഷമിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ കാട്ടിന്റെ അരികിൽ ഒരാൾ വീണുകിടക്കുന്നത് അവൾ കണ്ടു. അവൾ ഓടിച്ചെന്നപ്പോൾ അതൊരു പരുക്കേറ്റ യുവാവായിരുന്നു. അവൾ അവനെ വീട്ടിലേക്ക് മടിച്ചുകൊണ്ടാണെങ്കിലും കൊണ്ടുവന്നു ശുശ്രൂഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൻ സുഖം പ്രാപിച്ചു. എന്നാൽ അത്ഭുതകരമായ കാര്യം അവിടെ നടന്നു. അവൻ സംസാരിക്കാൻ തയ്യാറായില്ല. തന്റെ പേര് പോലും പറഞ്ഞില്ല. അവന്റെ കണ്ണുകൾ ആ സിംഹത്തിന്റെ കണ്ണുകളോട് അതേപോലെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൾ ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് എന്റെ ജീവിതത്തിൽ വന്നത്? അവൻ ഒന്ന് നിശബ്ദമായി നിന്ന ശേഷം പറഞ്ഞു, നിനക്ക് സത്യം അറിയാൻ തയ്യാറാണോ? അവൾ തലകുനിച്ചു. അതെ, ഞാൻ ആ സിംഹമാണ് നീ രക്ഷിച്ചതേ. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾ ഞെട്ടി. അവൻ തുടർന്നു, ഞാൻ ഒരു ശാപത്തിൽപ്പെട്ട മനുഷ്യനാണ്. പകൽ സിംഹവും രാത്രി മനുഷ്യനും ആകുന്ന വിധി. നീ എന്നെ രക്ഷിച്ച ദിവസം മുതൽ ഞാൻ നിന്നെ സംരക്ഷിച്ചു. കാരണം നീ എന്നെ മനുഷ്യനായി കണ്ടു. കാലം കടന്നു. അവരുടെ ഇടയിൽ ഒരു അസാധാരണമായ സ്നേഹം വളർന്നു. ലോകം മനസ്സിലാക്കാത്ത ഒരു ബന്ധം. ഒരു ദിവസം അവൾക്ക് തന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. അവൾ ഗർഭിണിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. അവൾ വിറച്ചു. ഇത് എങ്ങനെ സാധ്യമാണ്?
ആയിഷക്ക് ഭയം തോന്നി. ആയിഷ വിറച്ചുകൊണ്ട് വന്ന് അവൾ യുവാവിനോട് ചോദിച്ചു. അവൻ തല താഴ്ത്തി പറഞ്ഞു, നമ്മുടെ സ്നേഹം സാധാരണയല്ല, അതിനാൽ സംഭവിക്കുന്നതും സാധാരണയല്ല. അവൾ ഭയന്നു, ആശയക്കുഴപ്പത്തിലായി. എന്നാൽ അവളുടെ മനസ്സിൽ ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു, അവൻ അവളെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. ഗ്രാമവാസികൾ ഇതറിഞ്ഞപ്പോൾ അവളെ കുറ്റപ്പെടുത്തി. അവൾ ശാപിതയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ അവൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതാണ്. ആയിഷയ്ക്ക് പിന്നീട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രൂപത്തിലായി. നാട്ടുകാരും വീടിന്റെ അയൽവാസികളും അവളെ കുറ്റപ്പെടുത്തി. ഒറ്റയ്ക്ക് ജീവിക്കുന്ന നീ എങ്ങനെ ഗർഭിണിയായി? ഇത് പുറം ലോകം അറിയണം, നീ ഒരു നല്ല സ്ത്രീയല്ല എന്നും പറഞ്ഞ് എല്ലാവരും അവളെ അകറ്റി. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആയിഷയ്ക്ക് പ്രസവ വേദന വന്നു. അവൾ കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിന്റെ കണ്ണുകൾ സിംഹത്തിന്റെ പോലെ തിളങ്ങി, പക്ഷേ മുഖം ഒരു മനുഷ്യന്റേത്. അവൾ ആ കുഞ്ഞിനെ കയ്യിൽ എടുത്തു കരഞ്ഞു. സന്തോഷവും ഭയവും ചേർന്ന കണ്ണീരോടെ ആയിഷ വിതുമ്പി. ആ യുവാവ് പറഞ്ഞു, ഇതാണ് നമ്മുടെ സ്നേഹത്തിന്റെ സാക്ഷ്യം. ഇത് ശാപമല്ല, അത്ഭുതമാണ്. അന്നു മുതൽ അവർ 3 പേരും കാട്ടിനും ഗ്രാമത്തിനും ഇടയിൽ ജീവിച്ചു. ലോകം അവരെ ഒരിക്കലും പൂർണ്ണമായി സ്വീകരിച്ചില്ല, പക്ഷേ അത് ഒരുമിച്ച് ജീവിച്ചു, സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും. പകൽ സമയം ആയിഷ കുഞ്ഞും തനിച്ചായിരുന്നു. ഗ്രാമവാസികൾ ആ കുഞ്ഞിനെയും ഒറ്റപ്പെടുത്തി. ഉപ്പയില്ലാത്ത കുഞ്ഞാണ്, ഇവനെ ആരും അടുപ്പിക്കരുത്, ഇവൾ ആരാണ്, തനിച്ചായ ഗർഭമാണ് എന്നൊക്കെ പറഞ്ഞ് ഗ്രാമവാസികൾ ആയിഷയെ കുത്തുവാക്കുകൾ പേറി നടന്നു. ആയിഷ ഒരു ദിവസം രാത്രിയിലിരിക്കുമ്പോൾ ചിന്തിച്ചു, ഈ കുഞ്ഞിന് ഉപ്പയില്ല എന്ന് പറയരുത്, ഇത് എൻ്റെ മകനാണ്, അവൻ അന്തസ്സോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. ആയിഷ ചിന്തിച്ചതും അവൾ അവനോട് പറഞ്ഞു, ഞാൻ ലോകത്തോട് സത്യം വിളിച്ചു പറയാൻ ഒരുങ്ങുകയാണ്. എനിക്കിങ്ങനെ അപമാന വാക്കുകൾ കേട്ട് ജീവിക്കാൻ വയ്യ. ഞാൻ ജീവിച്ചതുപോലെ എൻ്റെ മകനും ഈ ഗ്രാമത്തിൽ ഒറ്റപ്പെടരുത്. ആയിഷ അവനോട് പറഞ്ഞതും അവൻ ഒന്ന് മൗനം പ്രാപിച്ചെങ്കിലും സമ്മതിച്ചത് കൊണ്ട് ആയിഷ അന്ന് രാത്രി തന്നെ അവനെയും മകനെയും കൂട്ടി ഗ്രാമത്തിൽ നടന്നു. ഗ്രാമവാസികളെ എല്ലാവരെയും അവിടെ വിളിച്ചു. ഗ്രാമവാസികളോട് അവൾ പതുക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. എൻ്റെ ജീവിതം ഇതാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്, അത് സിംഹമല്ല. ഇതാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പ ഇവനാണ്. കാര്യങ്ങൾ അറിഞ്ഞതും ഗ്രാമവാസികൾ അമ്പരന്നു. ഗ്രാമവാസികൾ പിന്നീട് തെറ്റിദ്ധാരണ കാരണം പറഞ്ഞതൊക്കെ ആയിഷയുടെ അടുത്ത് വന്ന് അവളെ പൊരുത്തപ്പെടിയിപ്പിച്ചു. പിന്നീട് ആയിഷ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് ആയിഷയ്ക്കും കുഞ്ഞിനും ഗ്രാമവാസികളുടെ ഇടയിൽ നല്ലൊരു സ്ഥാനം കിട്ടി. സ്നേഹം ചിലപ്പോൾ ലോകം മനസ്സിലാക്കാത്ത വഴികളിലൂടെ വരും, പക്ഷേ ഇത് സത്യമായാൽ അതിനെ തടയാനൊന്നും കഴിയില്ല. ഇതാണ് നമ്മെ ഈ കഥ പഠിപ്പിച്ചത്. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.